ഇന്നത്തെ പ്രധാനപ്പെട്ട സംഗതികളായിട്ട് ഞാൻ ആകെ വിലയിരുന്നത് രണ്ട് മൗനങ്ങൾ, ഒന്നല്ല രണ്ട് മൗനങ്ങൾ എന്നതാണ്. ഒന്നാമത്തേത് നമുക്കെല്ലാവർക്കും അറിയാൻ പോലെ വി ഡി സതീശൻ മിണ്ടുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത് വീണയുടെയാണ്, വീണ വിജയൻ എന്ന് വിളിച്ചാലും തെറ്റൊന്നുമില്ല. വീണ തൈക്കണ്ടിയിൽ നിന്നാണ് അവരുടെ ഔദ്യോഗികമായിട്ടുള്ള പേരെങ്കിലും. അപ്പോൾ അവരുടെ മൗനവും ഇന്ന് വളരെ വിസിബിളായിട്ട് വളരെ മുഴക്കത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പക്ഷേ അവരാദ്യമായിട്ടല്ല, ഇന്ന് മിണ്ടാതിരിക്കുന്നതല്ല. ഇങ്ങനൊരു സംഭവം 3.25 കോടി ജനതയുള്ള ഈ കേരളത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ ആകെ സ്വാധീനിക്കും വിധം ഇത്രക്ക് വലുതായിട്ട് വന്നിട്ടും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദുവായിട്ടുള്ള വീണ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ മകൾ, അവരുടെ കമ്പനി, ആ ഭാഗത്ത് നിന്ന് ഒരു 2 വരി പോലും പ്രസ്താവനയായിട്ടോ വർത്തമാനമായിട്ടോ ഈ കേരള സമൂഹത്തിന് മുന്നിൽ ഇല്ല എന്ന മൗനം വി ഡി സതീശൻ്റെ മൗനത്തേക്കാൾ ഉയരത്തിൽ മുഴങ്ങി നിൽക്കുന്നു എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. വി ഡി സതീശനാട്ടിലേക്ക് ഞാൻ വരാം. ഇതിനകത്ത് അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവർ നേരത്തെ തന്നെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. ഈ കേസ് ഇങ്ങനെ വലുതായിട്ട് വരുമ്പോൾ ആ കാലത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരാളിൻ്റെ മകളാണ്, മകൾക്ക് നേരെയാണ് ആക്ഷേപങ്ങൾ വരുന്നത്. അവരല്ലെങ്കിൽ അവരുടെ കമ്പനിയുടെ പേരിൽ, അവർക്ക് സംസാരിക്കാൻ വയ്യില്ലെങ്കിൽ അവരുടെ കമ്പനിയുടെ പേരിൽ, കമ്പനിക്കും പറ്റില്ലെങ്കിൽ അവരുടെ അഭിഭാഷകൻ്റെ പേരിൽ ഒരു 2 വരി പത്രക്കുറിപ്പെങ്കിലും പുറത്തേക്ക് വരേണ്ടതായിരുന്നു. അത് അങ്ങനെ ഒരു സംഗതിയെ അന്തരീക്ഷത്തിലില്ല. ഇതെന്താണ് നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കാൻ ഇവർ വലിയ മഹാകവിയൊന്നുമല്ലോ, അവരോടൊരു വരിയെടുത്തിട്ട് വ്യാഖ്യാനിക്കാൻ. നമ്മൾ വ്യാഖ്യാനിച്ചോളൂ. മാധ്യമപ്രവർത്തകർ, രാഷ്ട്രീയ നിരീക്ഷകർ, പിന്നെ പാർട്ടിക്കാർ, പ്രതിപക്ഷക്കാർ, ഭരണപക്ഷക്കാർ എല്ലാവരും വ്യാഖ്യാനിക്കുക എന്നതല്ലാതെ എന്താണ് വീണയ്ക്ക് ഇതിനകത്ത് പറയാനുള്ളതെന്ന് നാട്ടുകാരറിയയില്ല. അത് ഒരു ഉത്തരവാദിത്തമായിട്ട് അവർ മനസ്സിലാക്കുന്നില്ല. പിന്നെ നേരത്തെ ശ്യാമിൽ പറഞ്ഞ പോലെ ഇവരുണ്ടാക്കിയ കരാറിനകത്ത് നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അത് പറയാമല്ലോ, കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഞാനിത് മുമ്പൊരിക്കൽ ചർച്ച ചെയ്യപ്പോൾ ഹർഷനോട് വന്നപ്പോഴും ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ലോകത്തിലെ വമ്പൻ കമ്പനികൾ, വലിയ മഹാ കമ്പനികൾ, അവർ എന്തെങ്കിലും ഒരു ആക്ഷേപം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പിറ്റേന്നൊരു പത്രക്കുറിപ്പ് കൊടുക്കും. പത്രത്തിൻ്റെ ഫ്രണ്ട് പേജുണ്ടാവും. അത് ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ എന്തോ ഒരു മാലിന്യ പ്രശ്നമോ മറ്റോ വന്ന് പെപ്സിയോ അല്ലെങ്കിൽ കൊക്കക്കോളയോ അവരുടെ ഫുൾ പേജ് പരസ്യം എല്ലാ പത്രത്തിൻ്റെയും ഫ്രണ്ട് പേജിൽ വന്നിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് നിങ്ങളൊരു അധികാര പദവിയിലിരിക്കുന്ന ഒരു നേതാവിൻ്റെ മകളാണ് എന്ന ഒരു സംഗതി ഉണ്ടായിരിക്കെ നിങ്ങൾക്കൊരു അധിക ബാധ്യതയുണ്ട്. അതൊരു ബുദ്ധിമുട്ടാണ്. എന്ത് ചെയ്യാനാണ്? ഇപ്പോൾ നമുക്ക് അത് പേഴ്സണലി ഞാൻ കുറേ ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരാളാണ്, എനിക്കങ്ങനെ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളത് ചെയ്തേ പറ്റൂ. കാരണം നിങ്ങളൊരു സ്ഥാപനം ഈ രാജ്യത്തെ നിയമങ്ങൾക്കനുസരിച്ച് നടപ്പാക്കിയ ആളാണ്. അപ്പോൾ ആ ഒരു മൗനം, അതിന് മറുപടി, അത് ആ വരി അന്തരീക്ഷത്തിലേക്ക് വരുന്നത് വരെ ആ ചോദ്യം ഉയർന്നുകൊണ്ടേയിരിക്കും. അത് ഈ പറയുന്ന മറ്റെല്ലാത്തരം മൗനങ്ങൾക്ക് മുകളിലും നിൽക്കും.